أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ക്ലാസ് 4. وقال أبو بكر الرازي من الحنفية. ഹനഫി കുടുംബത്തിൽപ്പെട്ട ഹനഫി മദ്ഹബിൽപ്പെട്ട അബൂബക്കർ റാസി തങ്ങൾ പറയുന്നു, ഹഖീഖത്ത് കുല്ലിയായ പദത്തെ ജുസിയിൽ ഉപയോഗിച്ചാൽ അത് മജാസ് അല്ല, ഹഖീഖത്താണ് എന്ന അതിന് നിബന്ധനയുണ്ട്. കാനൽ ബാക്കി ഗൈറ മുൻഹസിരിൻ എന്ന ബാക്കിയുള്ള അഫ്രാദുകൾ മുൻഹസിറാവാതിരിക്കണം, ലിപ്തമാവാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തെളിച്ചു പറയാം. ലഹു കസറത്തുൻ യസ്റുൽ ഇൽമു ബിഖദ്രിഹ എന്ന ആ കസറത്ത് എത്രയെന്ന് അറിയാൻ പ്രയാസപ്പെടും. അത്രയും കസറത്ത് ഉണ്ടാവുക ബാക്കി ഫർദിന് എന്ന അതാണ് വയറുമുന്നസിറാവുക. ഇങ്ങനെ വയറുമുന്നസിറായിട്ട് ബാക്കിയുള്ള ഫർദുകൾ വന്നാൽ ആ കുല്ലിയായ പദത്തിനെ ജുസിൽ ഉപയോഗിച്ചാൽ അത് ഹഖീഖത്താകും എന്നാണ് അബൂബക്കർ റാസി എന്നവർ പറയുന്നത്. കാരണം ലീ ബഖായി ഖാസത്തിൽ ഉമൂമി, ഉമൂമിന്റെ ഖാസത്ത് അവശേഷിച്ചതിനു വേണ്ടി. ഉമൂമിന്റെ ഖാസത്ത് അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഖാസത്ത് എന്ന് പറയാം? വഹിയ അദമുൽ ഇൻഹിസാരി, വ്യക്തമാവാതിരിക്കുക എന്നുള്ളത് തന്നെ മുൻഹസിറാവാതിരിക്കണം. കാരണം അന്ന ഷൈനുൽ ഉമൂമി അന്നഹു യദുല്ലു അലാ ഗൈരി മഹ്സൂരിൻ. ഉമൂമിന്റെ കാര്യം തന്നെ എന്താ? അത് ഗൈറു മഹ്സൂറിന്റെ മേൽ അറിയിക്കുക എന്നുള്ളതാ. വ്യക്തമാകാത്തത് എത്രയുമാവാം, എത്രയെന്ന് കണക്കില്ല, അതിന്റെ മേൽ അറിയിക്കുന്നതാണ് ഉമൂമിന്റെ കാര്യം. അപ്പോ ഇൻഹിസാർ ഇല്ലാതിരിക്കലാണ് ഉമൂമിന്റെ ഖാസത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഖാസത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് കുല്ലിയായ ആ ഉമൂമായ പദത്തെ ജുസിയിൽ ഉപയോഗിച്ചാൽ ഹഖീഖത്താകും എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇല്ലാഫ മജാസ്, മുൻഹസിർ ആണെങ്കിലോ എന്നാ പിന്നത് ഹഖീഖത്തല്ല മജാസ് എന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഖൗമുൻ ഹഖീഖത്തുൻ ഇൻ ഖുസ്സ ബിമാ ലാ യസ്തഖില്ലു. ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ഹഖീഖത്ത് തന്നെയാണ്. അതിന്റെ നിബന്ധന മുസ്തഖില്ലാവാത്ത ഒന്നുകൊണ്ട് ഇതിന് തഖ്സീസ് നൽകപ്പെടുക യാമിനാ. അതായത് മുഖസ്സിസിൻ ലാ യസ്തഖില്ലു, തനിച്ച് നിൽക്കാത്ത പ്രത്യേകമാക്കുന്ന വല്ലതുകൊണ്ടും ഈ ഉമൂമിനെ ആമായ ഈ പദത്തെ തഖ്സീസാക്കുക. അങ്ങനെ വന്നാൽ അത് മുസ്തഖില്ലാവാത്തത് കൊണ്ടാണ് തഖ്സീസാക്കിയത്. എങ്കിൽ ആ കുല്ലിയായ പദത്തെ ജുസിൽ ഉപയോഗിച്ചാൽ ഹഖീഖത്താവും. ഇങ്ങനെയാണെങ്കിൽ അതിന് ഉദാഹരണം സിഫത്ത്, ഷർത്ത്, ഇസ്തിസ്നാ. കാരണം ലി അന്ന മാ ലാ യസ്തഖില്ലു ജുസ്ഉം മിനൽ മുഖയ്യദി ബിഹി, മുസ്തഖിൽ ആവാത്തതൊരു കൈതാക്കപ്പെട്ടതിൽ ഒരു ജുസ് ആണല്ലോ മുസ്തഖിൽ ആവാത്ത ഒന്ന് അർത്ഥം. മുസ്തഖിൽ സ്വന്തം തനിച്ച് നിൽക്കാത്തത് കൊണ്ട് കൈ നൽകപ്പെട്ടതിൽ ഒരു ജുസ് ആയിട്ട് വരും മുസ്തഖിൽ തനിച്ച് ആവാത്ത ഒന്ന് എന്നതാണ്. അതുകൊണ്ടാണ് ഒരു മുസ്തഖില് എന്താണ് മുസ്തഖിൽ ആവാത്തത് കൊണ്ട് തഖ്സീസാക്കിയാൽ ഹഖീഖത്ത് എന്ന് പറയാൻ കാരണം. അപ്പൊ സിഫത്ത്, ഷർത്ത്, ഇസ്തിസ്നാ അങ്ങനെയാണ്. മുസ്തഖിൽ അല്ലാത്തതായ തഖ്സീസ് കൊണ്ട് തഖ്സീസാക്കി. അങ്ങനെ വരുമ്പോ ഈ ആമിനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാന്ന ഫൽ ഉമൂമു ഇലൈഹി ഫഖത്ത്. അപ്പൊ ലാ യസ്തഖില്ലു, തനിച്ച് ആവാത്തതിലേക്ക് നോക്കിക്കൊണ്ടാണ് അതിന്റെ ഉമൂം പറയുക, ലാ യസ്തഖിലിലേക്ക് നോക്കിയിട്ട്. അപ്പോ ലാ യസ്തഖില് കൊണ്ട് കൈതാക്കപ്പെട്ടതിൽ ഉമൂം എങ്ങനെ വരും? അത് നമുക്കൊന്ന് മനസ്സിലാക്കണല്ലോ. അങ്ങനെ വരുമ്പോ ലാ യസ്തഖിലിലേക്ക് നോക്കിയിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ? ഉമൂം ഉണ്ടാവുകയുള്ളൂ. മുസ്തഖില്ലായതിലേക്ക് നോക്കുകയാണെങ്കിൽ ഉമൂം ആവുകയില്ല, അതെന്തേ ആവുകയുള്ളൂ? അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഫൽ ഉമൂമു ഫി ഖൗലിക അക്രിം ബനി തമീം ഫുഖഹാ ഫിൽ ഫിഖ്ഹീന. സിഫത്താണത്. ബനു തമീമിൽപ്പെട്ട
ഫുഖഹാക്കളെ നീ ആദരിക്കുക എന്നാ. അത് സിഫത്താണ്. ഫിഖ് അറിയണം എന്നാ. അങ്ങനത്തെ പനിന്റെ മീൻകാരൻ നീ ബഹുമാനിക്കാമ. അതിലെ ഉമൂമ് ജമീഅൽ ഫുഖഹാഇ മിൻ ബനി തമീം എന്നതാണ്. നീ അക്രിം ബനി തമീം ഇൻ ജാഓ ഷറത്തില് അക്രിം ജമീൽ ജാഇഈന മിൻ ബനി തമീം എന്നാണ്. അവിടുത്തെ ഉമൂമ അങ്ങനെയാണ് ഷറത്തില്. ഇനി സെയ്ദിനെ ഒഴിവാക്കിയുള്ള കൗമ്, ആ സെയ്ദിനെ ഒഴിവാക്കിയുള്ള കൗമ് ഏതാണ്, ആ കൗമിനെ നീ ആദരിക്കുക. അങ്ങനെയാണ് അവിടുത്തെ ഉമൂം ഇസ്തിസ്നയില്. ഇങ്ങനെയൊക്കെയാണ് ഉമൂമിനെ മനസ്സിലാക്കാൻ. ലാസ്തഖിലേക്ക് നോക്കിയിട്ടാണ് ഉമൂമ് തിരിക്കേണ്ടത്. മുസ്തഖിലേക്ക് നോക്കിയാൽ ഉമൂമാവുകയും ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ലാസ്തഖില് കൊണ്ട് തഖ്സീസാക്കിയാൽ ഹഖീഖത്താണ്. യസ്തഖില്ലു തനിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് തഖ്സീസാക്കുന്നതെങ്കിലോ അത് ഹഖീഖത്താവുകയും ഇല്ല. എങ്കിൽ ഇമാം ഹറമിയുടെ അഭിപ്രായം എന്താ? ഹഖീഖത്ത് തന്നെയാണ്, മജാസുമാണ്. രണ്ട് പരിഗണന ബിഇതിബാറൈനി, രണ്ട് രൂപത്തിൽ പരിഗണിച്ചിട്ടാണ് ഹഖീഖത്തും മജാസും തീരുമാനിക്കുക. ഇത്തിബാറൈനി എന്ന് പറഞ്ഞാൽ തനാവുലിഹി വൽ ഇഖ്തിസാരി അലൈഹി എന്നാ. ആ ലഫ്ദിനെ ഉപയോഗിക്കുക, അതിന്റെ മേൽ ചുരുക്കുക, ഇങ്ങനെ രണ്ട് പരിഗണന. ഈ രണ്ട് പരിഗണന രീതിയിലാണ് ഹഖീഖത്ത് മജാസ് തീരുമാനിക്കുക എന്നാണ് ഇമാം അൽ അറബീനി പറയുന്നത്. ഒന്നും കൂടിയും ഹുവ ബിഇതിബാരി തനാവുലുൽ ബഅദി ഹഖീഖത്തു ബിഇതിബാരി ഇഖ്തിസാരി അലൈഹി മജാസ് എന്നർത്ഥം. ബഅദിൽ ഉപയോഗിക്കുക ആമായ പദത്തെ എന്ന പരിഗണന വെക്കുമ്പോൾ ഹഖീഖത്ത്, ബഅദിന്റെ മേൽ ചുരുക്കുക മറ്റിനെ ഒഴിവാക്കുക എന്ന പരിഗണന വെച്ച് മജാസ്. ഇങ്ങനെയാണ് ഇഅ്തിബാറൈനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫീ നുസ്ഖത്തിൻ ബിഇഅ്തിബാരി ബിലാ നൂനി മുളാഫൻ ബിഇഅ്തിബാറൈ തനാവുലിൻ വൽ ഇഖ്തിസാരി അലൈഹി, ഇങ്ങനെയാണ് കൊടുത്തത്. നൂനിനെ കളഞ്ഞിട്ട് ഇളാഫത്ത് ചെയ്തുകൊണ്ട്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ചുരുക്കം ലഭിക്കുമല്ലോ. അവിടെ മുളാഫിനെ കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അതിനെ തൊട്ടൊക്കെ എന്തായി, ആവശ്യം തീർന്നു. അപ്പൊ അതുകൊണ്ട് നൂന് ഇല്ലാതെ ബിഇഅ്തിബാർ എന്ന് പറയാനാണ് ഏറ്റവും നല്ലത് എന്നായി. ആട്ടെ, വൽ അക്സറു മജാസ് മുത്ലഖൻ, എന്തായാലും വേണ്ടില്ല കുല്ലിയായ പദം ജുസിൽ ഉപയോഗിച്ചാൽ ഏത് നിബന്ധന വെച്ചാൽ ഇല്ലെങ്കിലും ശരി നിരുപാധികം അത് മജാസ് തന്നെയാണ്, ഹഖീഖത്തല്ല. കാരണം ആദ്യം ഏതിനു വേണ്ടി നിശ്ചയിച്ചോ അതിന്റെ ചിലതിൽ അതിനുപയോഗിച്ചോ. അപ്പൊ ഈ ഉപയോഗം, ഈ ബാദിന് ഉപയോഗിക്കല് തഖ്സീസില്ല എന്ന നിലക്കാകുമ്പോൾ ഹഖീഖത്തായല്ലോ. എന്തുകൊണ്ട്? ഈ തഖ്സീസ് ഇല്ലാത്ത ഈ ബഅദിന് മറ്റേ ബഅദിനോട് മുസാബഹത്തുണ്ടായതുകൊണ്ട് തഖ്സീസ് ഇല്ലാത്ത ഭാഗത്തിൽ കൂടെ ഈ ബഅദിന് ഉപയോഗിച്ചാൽ ഹഖീഖത്താകും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും മജാസ് എന്നല്ലാതെ ആർന്നും പറയാനില്ല എന്നാണ് ഒരു കൂട്ടം അക്സറിന്റെ അഭിപ്രായം. വഖീല മജാസുൻ ഇൻസ്തുസ്നിയ മിൻഹു, ഇസ്തിസ്ന ചെയ്യപ്പെട്ടാൽ മജാസാണ് എന്നാണ്, അല്ലെങ്കിൽ ഹഖീഖത്താവും. ഇസ്തിസ്ന ഉണ്ടെങ്കിൽ മജാസാവും. ലിഅന്നഹു യതബയ്യനു ബിൽ ഇസ്തിസ്നാഇ അല്ലദി ഹുവ ഇഖ്റാജു മാ ദഖല, മുസ്തസ്ന മിൻഹുവിൽ പ്രവേശിച്ചതായ ആ ഇസ്മിനെ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഇസ്തിസ്ന. ആ ഇസ്തിസ്ന കൊണ്ട് വ്യക്തമായത് എന്താ? അന്നഹു ഉരീദ ബിൽ മുസ്തസ്ന, ഈ മുസ്തസ്ന കൊണ്ടാണ് ഇവിടെ ഖുസൂസ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് ഇസ്തിസ്നയുണ്ടെങ്കിൽ മജാസ്. ബിഖിലാഫി ഗൈറിൽ ഇസ്തിസ്നാഇ മിനസ് സിഫത്തി വഗൈരിഹ, വിശേഷണം അതല്ലാത്തതിൽ നിന്നൊക്കെ ഇസ്തിസ്ന ഇല്ലാത്തതിന് നേരെ എതിര്. വഇന്നഹു യുഫ്ഹമു ഇബ്തിദാൻ അന്നൽ ഉലമ ബിൻ നദരി ഇലൈഹി, അപ്പൊ ഇസ്തിസ്ന സിഫത്തോ സിഫത്ത് അല്ലാത്തതിൽ നിന്ന് മാത്രം ഇസ്തിസ്ന ഇല്ല എന്നതിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇവിടെ ഉലമ തീരുമാനിക്കുന്നത്. അപ്പൊ ഇസ്തിസ്ന ഉണ്ടെങ്കിൽ മജാസ്, ഇസ്തിസ്ന ഇല്ലെങ്കിൽ ഹഖീഖത്തായി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആ കുല്ലിയായ പദത്തെ കുറിച്ചുള്ള ചർച്ച. അപ്പൊ ആകത്തുക പറഞ്ഞത് ആ കുല്ലിയായ പദത്തിനെ ജുസിൽ ഉപയോഗിക്കുമ്പോൾ മുൻഹസിർ അല്ല, ബാക്കി ഫർദുകളൊന്നും മുൻഹസിർ അല്ല എങ്കിൽ ഹഖീഖത്ത്, മുൻഹസിറാണെങ്കിൽ മജാസ്. ഒരു കൂട്ട് പറയുന്നത് ലായസ്തഖില്ല് കൊണ്ട്, അതായത്
സ്വന്തം തനിക്കാത്ത ചില കാര്യങ്ങൾ, തനിച്ചു നിൽക്കാത്ത ചില കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കുക. അങ്ങനെ പ്രത്യേകമാക്കുന്നത് കൊണ്ട് ഈ ആമായ പദത്തെ തഖ്സീസാക്കിയാൽ അത് ഹഖീഖത്ത്. ഇമാം അറമേനി തങ്ങൾ പറയുന്നത് രണ്ട് പരിഗണന വെച്ചുകൊണ്ട്, അതായത് ഈ ബഅദിന് ഉപയോഗിക്കുക എന്ന പരിഗണന വെച്ച് ഹഖീഖത്ത്, മറ്റുള്ളവർക്ക് ഒഴിവാക്കി ഒരു ജുസിന്റെ മേൽ മാത്രം ചുരുക്കുക എന്ന പരിഗണന വെച്ച് നോക്കുമ്പോൾ മജാസ് ഇങ്ങനെയാണ് പോകുന്നത്. മറ്റൊരു കൂട്ടർ അഭിപ്രായം പറഞ്ഞത് ഇസ്തിസ്ന മജാസ്, ഇസ്തിസ്ന ഇല്ലെങ്കിൽ ഹഖീഖത്ത്. ഇങ്ങനെയാണ് ഈ ആമ മഖ്സൂസായ പദത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്നത്തേത്. അള്ളാഹു നമ്മീന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇന്ന് വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹുത്തിന് പുറത്ത് മാപ്പാക്കി തരട്ടെ. ബാക്കിയുള്ള ദിനങ്ങളിൽ നല്ല രൂപത്തിൽ ക്ലാസ് എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇതിലുള്ള ഖഫാകളെല്ലാം അള്ളാഹുത്തിന് തീർത്തു തരുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഈ മഖ്സൂസായ ആമ ഹുജ്ജത്താണോ അല്ലേ എന്നുള്ളതാണ് ഇനി 5ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.